വയനാട്ടിൽ കടുവയിറങ്ങി. ആ വയനാട്ടിൽ സന്ദർശനത്തിനായി വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി കണ്ണൂരിൽ നിന്ന് വന്ന് വിമാനത്താവളം ഇറങ്ങിയത് നല്ലൊരു ദിവസമായിരുന്നു. എന്തായാലും വിമാനത്താവളത്തിൽ നിന്ന് വന്ന് വിമാനമിറങ്ങിയ പ്രിയങ്ക ഗാന്ധിക്ക് ചുറ്റും നമ്മുടെ മാധ്യമപ്രവർത്തകർ ഓടിക്കൂടി ഡൽഹി തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചു. എന്നാൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ചത്. അതായത് ഇന്ന് ഡൽഹി തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പാണെന്ന കാര്യം അറിഞ്ഞുപോലുമില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി ആ രീതിയിലാണ് സംസാരിച്ചത്. താനൊന്നും അറിഞ്ഞില്ലെന്നും തനിക്കൊന്നും പറയാനുള്ള ഇതുവരെ പരിശോധിച്ചില്ലെന്നും ഇത് പറയാൻ സമയമായിട്ടില്ലെന്നും ഒക്കെയാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. എന്തായിരുന്നാലും കോൺഗ്രസ്, അതായത് 1998 മുതൽ 2013 വരെ ഡൽഹി ഭരിച്ച കോൺഗ്രസ് ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് വട്ടപൂജ്യമായി ഇരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കടയിൽ ഇപ്പോൾ 2 ഉണ്ട മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ട്രോളുകളും വിവാദങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നേ വലിയൊരു പിളർപ്പിലേക്ക് പോകും എന്ന് പോലുമാണ് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റത്തെക്കുറിച്ചാണ് പ്രിയങ്ക ഗാന്ധിയോട് ചോദിച്ചത്. നേരത്തെ ഡൽഹിയിൽ ഇവിടെ വയനാട്ടിൽ നിന്നും രാജിവെച്ച് പ്രിയങ്ക ഗാന്ധി അവിടെ പോയി മത്സരിക്കും എന്ന് വരെ കിംവദന്തികൾ ഉണ്ടായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിയാകാനായി പ്രിയങ്ക ഗാന്ധിയെ നേരിടാനായി സ്മൃതി ഇറാനി വന്നേക്കും എന്നുള്ള പല കോൺസ്പിറസി തിയറികളും ഇറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസാരം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രിയങ്കാജി വന്നാൽ മാത്രമേ ഡൽഹിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക മത്സരിക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ഇപ്പോൾ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെല്ലാം പറയുന്നത്. കാരണം കോൺഗ്രസിന് ഇത്തവണയും ഡൽഹിയിൽ വട്ടപൂജ്യം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നതുകൊണ്ടാണ് വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഫലം ഇതുവരെ പരിശോധിച്ചിട്ടില്ലെന്നും പറയാൻ സമയമായിട്ടില്ല എന്നുമാണ്. വയനാട് സന്ദർശനത്തിനായാണ് പ്രിയങ്ക ഗാന്ധി വിമാനത്താവളത്തിലെത്തിയത്. നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത്, മണ്ഡലം, നിയോജക മണ്ഡലം തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ, കൺവീനർമാർ, ഖജാൻജിമാർ, ജില്ലാ നേതാക്കന്മാർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനും കൂടെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാലുവാരിയത് കൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മി പരാജയപ്പെട്ടത് എന്ന വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ടുകളാണ്, ആം ആദ്മിയുടെ വോട്ടുകളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പിടിച്ചെടുത്തത്. കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ഡൽഹി BJP വിജയിക്കില്ലായിരുന്നു എന്ന് പോലും പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രിയങ്ക ഗാന്ധി മറുപടി പറയാൻ തയ്യാറായില്ല. ഡൽഹിയിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ്, അതായത് 15 വർഷവും 25 ദിവസവും ഡൽഹി റെക്കോർഡിട്ട് ഭരിച്ച ഷീല ദീക്ഷിത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ഡൽഹിയുടെ അവസാനത്തെ വനിതാ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അവസാനത്തെ മുഖ്യമന്ത്രിയും ഷീല ദീക്ഷിത് തന്നെയായിരുന്നു. ആ ഷീല ദീക്ഷിതിന് ശേഷം ഡൽഹിയിൽ കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചു. രാഹുൽ ഗാന്ധി വന്നു. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ തവണയും സംപൂജ്യനായി, ഇത്തവണയും സംപൂജ്യനായി രാഹുൽ ഗാന്ധി മടങ്ങുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. ന്യൂസ് ഡെസ്ക്.